നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കുറയില്ല, പെട്ടെന്ന് ഭാരം കുറയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വയറ് കുറയില്ല, അല്ലെങ്കിൽ ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും, അല്ലെങ്കിൽ വെയിറ്റ് കുറയാത്ത സമയത്ത് നിങ്ങൾക്കൊരു മടുപ്പ് തോന്നും. ഇങ്ങനെ മടുപ്പ് തോന്നുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഈ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഡയറ്റും അതുപോലെ തന്നെ വ്യായാമങ്ങളും ഇതെല്ലാം നിർത്തി പഴയ രീതിയിലേക്ക് നിങ്ങൾ തന്നെ പോകും. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിൽ നല്ലൊരു തീരുമാനം എടുക്കുക, എന്ത് സംഭവിച്ചാലും ശരീരഭാരം കുറയ്ക്കുമെന്ന്. ഈ ഒരു തീരുമാനമെടുത്ത് അതിനുശേഷം നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡയറ്റ് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യേണ്ടി വരും. ആ സമയത്തെല്ലാം ഈ തീരുമാനമെടുത്ത് അതിനു വേണ്ടി തന്നെ പ്രയത്നിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ശരീരഭാരം വളരെ എളുപ്പത്തിൽ തന്നെ കുറയ്ക്കാൻ പറ്റും. ഡയറ്റ് പോലെ തന്നെ, ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരഭാരം കുറയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ് വ്യായാമങ്ങൾ. കാരണം നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോഡിയിലെ ഫാറ്റ് ബേൺ ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ ഡയറ്റും, ഈ ശരീരഭാരം കുറയുന്ന സമയത്ത് നിങ്ങൾ ഡയറ്റ് നോക്കുകയും ശരീരഭാരം കുറഞ്ഞു കഴിഞ്ഞിട്ട് പഴയ രീതിയിലേക്ക് മാറുകയും ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ശരീരഭാരം പഴയ പോലെ തന്നെ കൂടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറ്റ് നോക്കി ആ ഡയറ്റിലൂടെ നിങ്ങൾ ശരീരഭാരം കുറച്ച് വ്യായാമങ്ങളും ചെയ്ത് ശരീരഭാരം കുറഞ്ഞു കഴിയുമ്പോഴും ആ ഡയറ്റ് തന്നെ ഫോളോ ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് പുതിയ വ്യായാമങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വ്യായാമങ്ങൾ കണ്ട് നിങ്ങൾ അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, വീഡിയോയ്ക്കൊപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്കപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ പ്ലാങ്ക് പോസ്. നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പൊസിഷനാണ്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് ചെയ്യേണ്ട രീതിയിൽ കാണിക്കാം. ആദ്യത്തെ റൗണ്ട് കാണിച്ചു തരാം, അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ പ്ലാങ്ക് പോസിൽ വന്നതിന് ശേഷം നിങ്ങൾ വലതുകാല് ഇതുപോലെ മുന്നോട്ട് കയറ്റി വെക്കുക. പറ്റുന്ന സ്ഥലത്ത് വെക്കാം, ഇതുപോലെ വെക്കാം, അല്ലെങ്കിൽ കയറ്റി വെക്കാം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ വലതുകാല് ഇതുപോലെ നേരെയാക്കി വലത് മുട്ടുകാല് മുട്ടിക്കാൻ വേണ്ടി ഇതുപോലെ ട്രൈ ചെയ്യുക. അതിനുശേഷം വലതുകാല് വീണ്ടും മടക്കി ഇതുപോലെ വന്ന് പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ തന്നെ ഇടതുകാല് മുന്നോട്ട് കയറ്റി വെച്ച് ഇടതുകാല് സ്ട്രെച്ച് ചെയ്ത് മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വീണ്ടും മുട്ടുകാല് മടക്കി പ്ലാങ്ക് പോസിൽ വരിക. അപ്പോൾ ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു 4 റൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം പ്ലാങ്ക് പോസിൽ വരിക. പ്ലാങ്ക് പോസ്. ഇനി വലതുകാല് ആവുന്നത്ര മുന്നോട്ട് വെക്കുക. ഇനി വലതുകാല് സ്ട്രെച്ച് ചെയ്ത് നേരെയാക്കി തല മാക്സിമം താഴ്ത്തുക, നട്ടിൽ സ്ട്രെച്ച് ചെയ്യുക. ഇനി വലതുകാല് മടക്കുക, വലതുകാല് പിന്നോട്ട് പ്ലാങ്ക് പോസ്. ഇടതുകാൽ മുന്നോട്ട് വെക്കുക ആവുന്നത്ര. ഇനി ഇടതുകാല് സ്ട്രെച്ച് ചെയ്യുക, തല ആവുന്നത്ര താഴ്ത്തുക, തല ഉയർത്തുക, ഇടത് മുട്ടുകാൽ മടക്കുക, പ്ലാങ്ക് പോസ്. ഒരു റൗണ്ടായി. ഇനി ബിഗിനേഴ്സിന് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. വലതുകാൽ മുന്നോട്ട് വെക്കുക, ഇത്രയും വെച്ചാൽ മതി. ഇനി വലതുകാല് സ്ട്രെച്ച് ചെയ്ത് മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇനി വലതുകാല് മടക്കുക, പ്ലാങ്ക് പോസ്. ഇടതുകാല് മുന്നോട്ട് വെക്കുക ആവുന്നത്ര. ഇടതുകാൽ സ്ട്രെച്ച് ചെയ്യുക, മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇടതുകാല് മടക്കി പ്ലാങ്ക് പോസ്. 2 റൗണ്ടായി. വലതുകാല് മുന്നോട്ട് വെക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ സൈഡിലോട്ട് വെക്കാം അല്പം. വലതുകാല് നേരെയാക്കുക. ഇനി മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വീണ്ടും മുട്ടുകാൽ മടക്കി പ്ലാങ്ക് പോസ്. ഇടതുകാല് മുന്നോട്ട് വെക്കുക. ഇനി ഇടതുകാല് നേരെയാക്കി മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇനി ഇടത് മുട്ടുകാൽ മടക്കി പ്ലാങ്ക് പോസ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം, ബെനിഫിറ്റ് ഉണ്ടാവും. വലതുകാൽ മുന്നോട്ട് വെക്കുക. ഇനി വലതുകാൽ നേരെയാക്കി മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇനി വലത് മുട്ടുകാൽ മടക്കി പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ മുന്നോട്ട് വെക്കുക.
ഇനി ഇടതുകാൽ നേരെയാക്കുക, സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് തല മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക. തല ഉയർത്തുക, മറ്റല്ല സ്ട്രെച്ച് ചെയ്യുക. ഇനി മുട്ടുകാൽ മടക്കി പ്ലാങ്ക് പോസ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു റൗണ്ട് കൂടി ചെയ്യുക. ഇപ്പോൾ 4 തവണ ചെയ്തു, ഇതുപോലെ തന്നെ ഒരു റൗണ്ട് കൂടി 8 തവണ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചൈൽഡ് പോസിൽ ഇതുപോലെ റിലാക്സ് ആവാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ വയറിലെ ഫാറ്റും അതുപോലെ തന്നെ സൈഡിലെ ഫാറ്റും ഒരുപോലെ കുറയ്ക്കാനുള്ള ഒരു വ്യായാമമാണ്. അപ്പോൾ അതിനായി നിങ്ങൾ 2 കാലും മടക്കി ഇതുപോലെ വെക്കുക, ബട്ടക്സിനോട് ചേർത്ത് ഇതുപോലെ. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തല ഇതുപോലെ ഉയർത്തി ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് വലതുകാലിൽ വിരൽ തുടർന്ന് നോക്കുക. ഇതുപോലെ ശ്വാസം എടുത്ത് കംബാക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ഇടതുകാൽ വിരൽ തുടർന്ന് നോക്കുക, കംബാക്ക്. നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുന്ന രീതിയിൽ ചെയ്യുക. ടയർഡ് ആകുമ്പോൾ റിലാക്സ് ചെയ്യാം. നമ്മളൊരു 20 റൗണ്ടാണ് ചെയ്യുന്നത്. വലത് സൈഡ് 10 തവണ, ഇടത് സൈഡ് 10 തവണ. ടയർഡ് ആകുമ്പോൾ റിലാക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വരിക. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ വരിക ആദ്യം തന്നെ. ഇനി തല അപ്പ് ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. ഇനി എക്സേൽ വലതുകാൽ തൊടുക, 1 റൗണ്ട്. എക്സേൽ ഇടതുകാൽ തൊടുക, 2 റൗണ്ട്. എക്സേൽ റൈറ്റ് ലെഗ് ടച്ച്, എക്സേൽ ലെഫ്റ്റ് ലെഗ് ടച്ച്, കം ബാക്ക്, എക്സേൽ റൈറ്റ്, കം ബാക്ക്, എക്സേൽ ലെഫ്റ്റ്, കം ബാക്ക്. 6 റൗണ്ടായി. എക്സേൽ റൈറ്റ് 7, കം ബാക്ക്, എക്സേൽ ലെഫ്റ്റ്, കം ബാക്ക് 8, എക്സേൽ റൈറ്റ് 9, എക്സേൽ ലെഫ്റ്റ് 10, എക്സേൽ റൈറ്റ് 11, എക്സേൽ ലെഫ്റ്റ് 12, എക്സേൽ റൈറ്റ് 13, എക്സേൽ റൈറ്റ് ലെഫ്റ്റ് 14, എക്സേൽ റൈറ്റ് 15, എക്സേൽ ലെഫ്റ്റ് 16, എക്സേൽ റൈറ്റ് 17, എക്സേൽ ലെഫ്റ്റ് 18, എക്സേൽ റൈറ്റ് 19, എക്സേൽ ലെഫ്റ്റ് ആൻഡ് കം ബാക്ക്. 20 റൗണ്ടായി നമ്മളിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒന്നുകൂടി ചെയ്യാൻ നോക്കുക. ഇത് നമ്മുടെ വയറിലെയും ഹിപ്പിലെയും ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലൊരു പൊസിഷനാണ്. അപ്പോൾ അത് ചെയ്ത ശേഷം നിങ്ങൾക്ക് റിലാക്സ് ആവാം. മാറ്റിൽ കിടന്ന് ഇതുപോലെ റിലാക്സ് ആവാം.